കോച്ച് മിക്കേൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. മോഹൻബഗാൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് എതിരാളികൾ. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം എന്നതാണ് മറ്റൊരു സവിശേഷത. പ്രത്യേകിച്ച് മാനേജ്മെന്റിനെതിരെ വളരെ വലിയ രോഷമാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. കോച്ചല്ല യഥാർത്ഥ കാരണക്കാരൻ ഈ ടീമിന്റെ ഈ ഒരു ദുർഗതിക്ക്. കാരണക്കാർ മാനേജ്മെന്റ് ആണെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെയാണ് ആരാധകർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ ഈ മത്സരം കാണാൻ എത്തും എന്നുള്ളതൊരു ചോദ്യമാണ്. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ സാധാരണ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഗാലറി ഒക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത കുറവാണ്. അപ്പം ഒരു ആരാധകരുടെ ഭാഗത്തു നിന്നൊരു തണുത്ത പ്രതികരണം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് പ്ലേ ഓഫ് എന്നുള്ള സ്വപ്നം ഇനിയും മനസ്സിൽ താലോലിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 19 പോയിന്റ് ഒക്കെ ഇനിയും എഡീഷണൽ ആയിട്ട് നേടേണ്ടതുണ്ട്. നിലവിലിപ്പം 12 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആകെയുള്ള ടാലി. അപ്പോൾ അതിൽ 11 പോയിന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ 7 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം 12 മത്സരം കളിച്ചു, അതിൽ 7 പരാജയപ്പെട്ടിരിക്കുന്നു. 9 മത്സരങ്ങൾ വരെ തോൽവി അറിയുന്ന അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറി എന്നുള്ളതാണ് സ്റ്റാറയുടെ ശിക്ഷണത്തിൽ നേരിട്ടൊരു പ്രധാന പ്രശ്നം. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു റീബൗണ്ട് ആവശ്യമാണ്. ഇപ്പോൾ മോഹൻബഗാൻ സ്പോർട്ടിംഗ് അത്ര മികച്ച ക്ലബ്ബൊന്നുമല്ല. അവർ ഏറ്റവും അവസാനമാണ് നിലവിൽ നിൽക്കുന്നത്. 13ാം സ്ഥാനത്താണ്. 8 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ആകെ 11 മത്സരങ്ങൾ കളിച്ചാൽ അതിൽ 8ലും പരാജയപ്പെട്ടു. ആകെ ഒരൊറ്റ മത്സരം മാത്രമാണ് വിജയിച്ചത്. അതിന് ഈ സീസണിന്റെ തുടക്കത്തിൽ ചെന്നൈയിനെതിരെയാണ്. അപ്പം മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെതിരെ ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. ഒരു സമനില പോലും ആരാധകർക്ക് ഒരിക്കലും ഒരു തൃപ്തി സമ്മാനിക്കില്ല. എന്തായാലും ഒരു മികച്ച വിജയം തന്നെ നേടണം എന്നുള്ളത് ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ആദ്യത്തെ ലെഗിൽ അവിടെ പോയിട്ട് ബ്ലാസ്റ്റേഴ്സിന് മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ട് 2-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു മികച്ച വിജയം തന്നെയാണ് കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി പ്ലേ ഓഫിലേക്ക് കടക്കണമെങ്കിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും നിർണായകമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 സീസണിലെ കണക്കുകൾ നോക്കുകയാണ്. 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമിന് ഒരു 29-30 പോയിന്റ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 പോയിന്റ് എങ്കിലും നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. ആദ്യ 6 സ്ഥാനങ്ങളിൽ വരുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫിലേക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ നിർണായകമാണെന്ന് ചുരുക്കം നമ്മൾ പറയേണ്ടി വരും. പരമാവധി മാച്ചുകൾ വിജയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരും. പ്രത്യേകിച്ച് ഇനിയുള്ള മത്സരങ്ങൾ, ഹോം മത്സരങ്ങളൊക്കെ പരമാവധി വിജയിക്കുക എന്നുള്ള ഒരു ടാർഗറ്റായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ ഇതൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. കാരണം നിലവിലൊരു കോച്ചിനെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ, അതായത് സ്റ്റാറയുടെ ഒരു പിൻഗാമിയായിട്ട് ആരെത്തും എന്നുള്ള കാര്യത്തിൽ കുറേ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നു എന്നല്ലാതെ ഒരു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽ ഒന്നും വന്നിട്ടില്ല. ഇപ്പം താൽക്കാലിക പരിശീലകർക്കാണ് ചുമതല. തോമസ് ഷോർസിനും പിന്നെ TG പുരുഷോത്തമനുമാണ്. അപ്പോൾ അത് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടീമിനെ എങ്ങനെ ഇറക്കും മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെതിരെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിംഗ് 11, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമോ, ഗോൾ കീപ്പറെ മാറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്തായാലും നമ്മളത് കണ്ടറിയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മാറ്റങ്ങൾ വേണം. എന്തായാലും അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിർണായകമായുള്ള കുറച്ച് താരങ്ങളെ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് പ്രതിരോധവും ഗോൾ കീപ്പിംഗ് എന്നുള്ള പൊസിഷനൊക്കെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇനിയുള്ള മത്സരങ്ങളാണെങ്കിലും കൂടുതൽ പ്രഷർ സിറ്റുവേഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകാനാണ് സാധ്യത. മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അലക്സിസ് ഗോമസ്, പിന്നെ ഫ്രാങ്ക, കൊസിബോ, ഇവരെല്ലാം നല്ല പ്ലെയേഴ്സാണ്. പക്ഷെ എന്തുകൊണ്ട് അവർക്കൊരു ടീം വർക്കായിട്ട് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല? ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ നേരിടുന്നത് അതിലും ഉപരിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് മോഹൻബഗാൻ സ്പോർട്ടിംഗ് ഇപ്പോൾ നിലവിൽ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ടീമും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റൊരു ടീമും തമ്മിലുള്ള ഒരു മത്സരം എന്ന് നമുക്കിതിനെ ചുരുക്കത്തിൽ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ച്? ബ്ലാസ്റ്റേഴ്സ് ഒരു അനായാസ വിജയം തന്നെ മോഹൻബഗാൻ സ്പോർട്ടിങ്ങിനെതിരെ നേടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.